ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ ആദ്യഘട്ടം ഡേറ്റ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 29-നാണ്. കൺഫർമേഷൻ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എത്ര പേർക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യഘട്ട പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആകെ കയ്യിലുള്ളത് 100 ദിവസം മാത്രമാണ്. ഏകദേശം ഒരു എമൗണ്ട് ആണ് ഞാൻ അളന്ന് കാൽക്കുലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം 100 ദിവസമാണ് കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു 100 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാനിലൂടെ മാത്രമേ ഇനി പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. എങ്കിലേ ഡിഗ്രി പ്രിലിംസ് കടക്കാൻ സാധിക്കത്തുള്ളൂ. ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പ് വഴി ശ്രമം എന്ന പേരിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ SA പോലീസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തം ഈ ഒരു ഏപ്രിൽ 29 അതുപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്നാണോ പ്രിലിംസ് പരീക്ഷ അതുവരെയാണ് ഈ ഒരു കോഴ്സ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കാണാൻ പറ്റും. എന്നിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന 50 പേർക്ക് 1799 രൂപയായിരിക്കും ഫീസ് വരുന്നത്. നമ്മുടെ സ്റ്റഡി പ്ലാനും കൂടെ പറഞ്ഞുതരാം. സ്റ്റഡി പ്ലാനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മാസത്തെ സ്റ്റഡി പ്ലാനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ജനുവരി 23 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മുതൽ ഫെബ്രുവരി 23 വരെ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ തന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ്. അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റഡി പ്ലാനിൽ പറയുന്നത് ഇപ്പോൾ തിങ്കളാഴ്ച ജനുവരി 23 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പഠിക്കാനുണ്ട്. നമ്പേഴ്സ്, ജ്ഞാനപീഠം, ഒറ്റപ്പദം. എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇംഗ്ലീഷ് ഒരു ടോപ്പിക്ക്, മാത്സ് ഒരു ടോപ്പിക്ക്, അതുപോലെ കലാസാഹിത്യ സംസ്കാരത്തിൽ നിന്ന് 10 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് കലാസാഹിത്യ സംസ്കാരം ഭാഗം, പിന്നെ ഒറ്റപ്പദം അതായത് മലയാളം ഭാഗങ്ങൾ ഓരോന്നും ഓരോ ദിവസവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് പിറ്റേ ദിവസം എക്സാം നടത്തും. ഇങ്ങനെ ശനിയാഴ്ചയുടെ അന്നായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത്. അതുപോലെ വീക്ക്ലി എക്സാമും സാറ്റർഡേയുടെ അന്നായിരിക്കും. അതായത് ഒരാഴ്ച പഠിച്ച എല്ലാ പോയിന്റ്സും വെച്ചിട്ടുള്ളൊരു വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. അതുകൂടാതെ ഡെയിലി എക്സാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡെയിലി എക്സാമിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞായറാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, അത് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. അതുകൂടാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ മോഡൽ എക്സാമും തരും. ഇനി നമ്മൾ ഏകദേശം ടോപ്പിക്ക് കവർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് കൂടുതൽ തന്നുകൊണ്ടിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തരും. അതുപോലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്, ഇംഗ്ലീഷും മലയാളവും ഒക്കെ. ഓക്കെ, മാത്സും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ PSC റിലേറ്റഡ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.